ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട. മൻഹാട്ടൻ ലേഡീസ് സലൂൺ. എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ്, സ്മൂത്തനിങ്, ഫേഷ്യൽ, ത്രെഡിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ, ഇയർ പീസിംഗ്, വാൾസ് റിമൂവിംഗ്, പെർമനന്റ് ബ്ലോ ഡ്രൈ, ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ, മെട്രിക്സ്, ഷ്വാർസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ്, ഷാനാസ് 03+ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ്സ്, പരിചയസമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ്. 25 വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു. ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട്. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ 2004 പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ മുഴുവൻ ബാച്ചിലെ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ക്ലാസ് ബേസ് 2004 എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. മുതിർന്ന അധ്യാപിക മേരി ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അധ്യാപകൻ സെബാസ്റ്റ്യൻ സാർ മുഖ്യപ്രഭാഷണം നടത്തി. ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മയുടെ പ്രസിഡന്റും യോഗത്തിന്റെ അധ്യക്ഷനുമായ കരഞ്ചന്ദ് അധ്യക്ഷ പ്രസംഗം നടത്തി. സെക്രട്ടറി സൽജൻ കുറുപ്പശ്ശേരി റിപ്പോർട്ടും ട്രഷറർ ജോസ് ആന്റണി കണക്കവതരണവും നടത്തി. പ്രിൻസിപ്പൽ വിൻസെന്റ് സാർ ആശംസകൾ അറിയിച്ചു. 21ഓളം അധ്യാപകർ ആദരവ് ഏറ്റുവാങ്ങുകയും അവരുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്തു. പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷേ അത് വേണ്ട വിധം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു ചെറുതലിക പോലെയായിരുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ. അന്നത്തെ ചെറിയ ചെറിയ കൈപ്പോഴുള്ള ശേഷം ഇപ്പോൾ ആഗ്രഹങ്ങൾ വളരെയേറെ മതിക്കുന്നുണ്ടെങ്കിൽ അതിലൊട്ടും തന്നെ അതിശയോക്തിയില്ല. സാധാരണ SSLC ബാച്ചിലേക്ക് പ്രോഗ്രാം നടക്കുമ്പോഴാണ് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെയാണ് പൊതുവെ വിളിപ്പിക്കുന്നത്. മറ്റു അവരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിപ്പിച്ച അധ്യാപകരെ പലപ്പോഴും മറന്നുപോകും. ഇവിടുത്തെ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ UP സ്കൂളിലെയും അതുപോലെ ഹൈസ്കൂളിലെയും ഒപ്പം തന്നെ അതിന്റെ ഭാഗമായിട്ട് UP സ്കൂളിലെ ഹൈസ്കൂളിലെയും മുഴുവൻ ടീച്ചേഴ്സിനെയും അന്ന് പഠിച്ച മുഴുവൻ ഡിവിഷനിലെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംഗമം നടത്തിയത്. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി. 20 വർഷങ്ങൾക്ക് ശേഷം ഒത്തൊരുമിച്ചതിന്റെ സന്തോഷം അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കുവച്ചു. രാവിലെ 9:30 രജിസ്ട്രേഷൻ ആരംഭിച്ചു. വൈകുന്നേരം 6 മണിയോടെ സമാപിച്ചു. ഒരു സഹപാഠിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. തുടർന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുന്നതായി കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. സംഗമത്തിന് പുറമെ ട്രസ്റ്റായി രൂപീകരിക്കാനും സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.